മുറ്റടിച്ചു വരില്ലേ നീ? എന്തിനാ കളിക്കണ മുറ്റൊക്കെ? അല്ല ഏട്ടാ, മഴ വീണ കണ്ടില്ല? ഈ മഴയത് ഞാൻ എങ്ങനെയാ അടിച്ചു വരണേ? 24 മണിക്കൂർ മഴയുണ്ടാ? ഇല്ലല്ലോ, ഇപ്പഴല്ലേ സാധനം പെയ്തോളാം. ഇപ്പൊ ആരെങ്കിലും കേറി വന്നു കഴിഞ്ഞാൽ എന്തിനു പറയാ? എന്റെ കൈ 2 മാങ്ങ പറിക്കാൻ പോയതാവൂല്ലോ നിന്റെ. പൊന്നു ചേട്ടാ, മഴയില്ലാത്ത സമയം ഇവിടെ 2 വേറെ പിള്ളേരില്ലേ, അവരെ കാര്യങ്ങളും എനിക്ക് വീട്ടു ജോലികളുണ്ട്. ആ മഴയില്ലാത്ത സമയത്ത് എനിക്ക് അടിച്ചു വരാൻ പറ്റിയില്ല, അതാ ഉണ്ടായത്. ഇപ്പൊ ആരും ഇപ്പൊ വരാനൊന്നും പോണില്ല. പറയണേ ഓരോരോ സാധനങ്ങൾ വന്നേക്കാം വെറുതെ കെട്ടി ഒരുങ്ങി പോയി. ഈ ഷർട്ട് നീ തേച്ചില്ലേ? നീ ഇന്നെങ്ങോട്ടാ കിട്ടുണ്ടോ സാധനം? അത് എനിക്ക് തേക്കാൻ പറ്റിയില്ല. അത് മാതും കാത്തൊക്കെ ഭയങ്കര വാശിയായിരുന്നു. പനിയല്ലേ 2 പേർക്കും. ഞാൻ ഇപ്പൊ തേച്ച് തരാം. എന്തായോ നിന്റെ ഒടുക്കത്തെ തേക്കില്? വീട്ടിലൊരു കാര്യം ചെയ്യില്ല, മൊബൈല് തന്നെ അവിടെ ഇരുന്നോളൂ അവള്. ഓക്കെ, ഹലോ കൃഷ്ണ, ഇതൊരു കാര്യം പറയാനായിട്ട്. എനിക്കൊരു വഴി പറഞ്ഞ് തരണം. അതിന് എൻ്റെ വീട്ടിലേക്ക് ഇത് വിളിച്ച് പറയാൻ പറ്റില്ല, അവർ വിഷമിക്കും. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായില്ലേ, നിങ്ങൾക്ക് അറിയണ്ടല്ലേ? ഞാൻ ഈ 6 വർഷത്തിനിടയിൽ ഒരു 10,000 പ്രാവശ്യം എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് അടി മേടിച്ചിട്ടുണ്ട്. അതും ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ട്. ഇനി എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ല. എനിക്കിന്ന് തക്കതായ മറുപടി കൊടുക്കണം. അയാളുടെ വിചാരം ഞാൻ എന്തോ ചെണ്ടയാണ് ആൾക്ക് ഇങ്ങനെ എപ്പോഴും തട്ടി കളിക്കാൻ വേണ്ടിയിട്ട്. അത് നടക്കണ കേസല്ല. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇത്രയും കാലം ക്ഷമിച്ചേ. ഇനി പറ്റിലേക്ക് എന്തെങ്കിലും തിരിച്ചാൾക്ക് കൊടുക്കണം. ഈ ഒരു വഴി എനിക്ക് പറഞ്ഞു തയോ പ്ലീസ്. എടി, നിന്റെ കയ്യിലൊരു കഴിവുണ്ട്, അത് നീ അവൻ്റെ അടുത്ത് പ്രയോഗിക്കുക. ശരിയാവോ? കുഴപ്പമാവോ? ഒരു കുഴപ്പമില്ല. ഇല്ലല്ലേ? ഓക്കെ, ഞാൻ ചെയ്ത് നോക്കട്ടെ. അയാളൊന്ന് ഞാൻ ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ശരി, അപ്പോൾ ബൈ, താങ്ക് യു. അറിയില്ല മോളെ, എൻ്റെ അച്ഛന് പ്രാന്താ മോളെ. അമ്മ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്, ചിലപ്പോ അത് ശരിയാവും. മക്കള് വിഷമിക്കണ്ട കേട്ടോ, അതൊന്നും കണ്ടിട്ട് കേട്ടാ. പോയി കളിച്ചോ. അമ്മയോ പരിപാടി? നിനക്ക് 24 മണിക്കൂർ ഈ ഫോണിൽ തോണ്ടലുള്ള എന്നിട്ടാ പറഞ്ഞേ അവിടെ പോയിപ്പോ? എന്തിനാ പറഞ്ഞേ ഇതിനടുത്ത്? ഞാനിപ്പോ കൊച്ചുങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഫോൺ കണ്ടിട്ട് ഇപ്പൊ എന്നിട്ട് കുഴപ്പം. 24 മണിക്കൂർ ഈ സാധനം തോണ്ടിണ്ടിരിക്കും. 24 മണിക്കൂർ ഈ ഫോണിൽ ചൂണ്ടിക്കല്ലേ? അതെ, നീ ഇവിടുത്തെ പിന്നെ ഞാൻ നീ ആരാടാ? നീ എന്നിട്ട് കാട്ടു? നീ എന്റെ മേത്ത് കൈ വെക്കും. നീ വെക്കും. എന്റെ മേത്ത് മാത്രം വെച്ചാ മതിയാ? എത്ര വർഷങ്ങൾക്കിടയിൽ എത്ര അടി ഞാൻ കൊണ്ടു. നിന്റെ കുർത്തക്കേടോണ്ടല്ല കാട്ടുന്ന അടിക്കണേ. കുരുത്തക്കേടാ? അതെ അതെ അതെ. ഇനി ശരിക്കും എന്റെ കുരുത്തക്കേട് എന്താ ഞാൻ കാണിച്ചു തരാം. താൻ എന്താ വിചാരിച്ചേ? ഇത്രയും കാലം ഞാനേ നിങ്ങളുടെ അടി കൊണ്ട് ജീവിച്ചത് എന്റെ മക്കളെ ആലോചിച്ചിട്ടാ. ഞാൻ കല്യാണത്തിന് മുമ്പേ 5 വർഷം കാരോട്ട പഠിച്ചിട്ടുണ്ട്. ഒക്കെ ഞാൻ അടക്കി ഒതുക്കി വെച്ചേക്കായിരുന്നു. ഇനി അത് മടക്കി വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ പുറത്തെടുത്തേ. ഇനി എങ്ങനെ താൻ എന്റെ മേത്ത് കൈവച്ചാ ഇതല്ല ഇതിന്റെ അപ്പുറം ഞാൻ കാണിക്കും. ഇനി നിനക്ക് അടിക്കണ നന്നാവോ? മാന്യമായിട്ട് നിന്നാ സഹകരിച്ചു പോവാ കേട്ടോ ചേട്ടാ. ഇല്ല മോളെ, അതെന്താന്നറിയോ? അമ്മേ കുറച്ച് കരയാട്ടയുടെ കാര്യങ്ങള് അച്ഛന് പറഞ്ഞു കൊടുത്തതാ. അച്ഛനോട് ചോദിച്ചോക്ക്, പറഞ്ഞു കൊടുത്തതൊക്കെ നന്നായി മനസ്സിലായോന്ന് ചോദിച്ചോ. അച്ഛമ്മ പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി.